സംസ്ഥാന സർക്കാർ പോഷക സമൃദ്ധി മിഷന്റെ ഭാഗമായി ജില്ലയിലെ ആദ്യ മില്ലറ്റ് കഫേ പയ്യന്നൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. ടി.ഐ. മധുസൂദൻ എം.എൽ.എ. ഉദ്ഘാടനം നിർവഹിച്ചു. പോഷകങ്ങളുടെ സമ്പന്ന കലവറിയായ ചെറുധാന്യങ്ങൾക്ക് പ്രാമുഖ്യമുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങൾ തയ്യാറാക്കി നൽകാൻ മില്ലറ്റ് കഫേകൾ സംസ്ഥാനത്ത് എല്ലാ ജില്ലയിലും തുടങ്ങാനുള്ള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് പദ്ധതിയുടെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ ആദ്യ മില്ലറ്റ് കഫേ പയ്യന്നൂർ കൊക്കാനശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. ഈ മില്ലറ്റ് ധാന്യങ്ങൾ, ഈ ചെറുധാന്യങ്ങളുടെ ഏറ്റവും വലിയ ഉൽപ്പാദനം നടക്കുന്ന മേഖലയിൽ അതിൻ്റെ ഔഷധ പ്രാധാന്യം, ആരോഗ്യപരമായ ആവശ്യങ്ങൾക്ക് അതെങ്ങനെയാണ് ഗുണപരമായിട്ട് മാറുക എന്നതിനെക്കുറിച്ചിട്ടൊന്നും അത് ഭദ്രമായിട്ട് അവിടെ വെക്കും. അത് ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ മെനക്കെടായി എന്നുള്ളത് കൊണ്ട് സാധാരണ പോലെയുടെ ജീവിതത്തിലേക്ക് തന്നെ മിക്കവരും നടന്നു പോകും. പിന്നെ ഇതിനുവേണ്ടി മാത്രം ജീവിക്കുന്നവർ തമാശമായിട്ടാരോ പറയാറുണ്ട്. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ.വി. ലളിത അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ പി. രേണു പദ്ധതി വിശദീകരിച്ചു. കൃഷി ഓഫീസർ അനുജ രവീന്ദ്രൻ, പി.വി. കുഞ്ഞപ്പൻ, ടി. വിശ്വനാഥൻ, വി. ബാലൻ, സി. ജയ തുടങ്ങിയവർ സംസാരിച്ചു. വർഷങ്ങളായി ജൈവകൃഷി രംഗത്തുള്ള മില്ലറ്റ് കൃഷിയും ഭക്ഷണവും പ്രചരിപ്പിക്കുന്ന കർഷകരുടെ കൂട്ടായ്മയായ ജൈവഭൂമി നാച്ചുറൽ ഫാമേഴ്സ് സൊസൈറ്റിയാണ് പയ്യന്നൂരിൽ മില്ലറ്റ് കഫേ ഏറ്റെടുത്ത് നടത്തുന്നത്. അന്തർദേശീയ മില്ലറ്റ് വർഷാചരണത്തോടനുബന്ധിച്ചാണ് സംസ്ഥാന സർക്കാർ പോഷക സമൃദ്ധി മിഷന്റെ ഭാഗമായി ചെറുധാന്യ കഫേകൾ സ്ഥാപിക്കുന്നത്. ജനങ്ങളുടെ ഇടയിൽ ചെറുധാന്യങ്ങളെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കാൻ മില്ലറ്റ് കഫേകളിലൂടെ ലക്ഷ്യമിടുന്നു. പയ്യന്നൂർ മില്ലറ്റ് കഫേയിൽ ജൈവരീതിയിൽ ഉൽപ്പാദിപ്പിച്ച ചാമ, തിന, റാഗി, വരക്, കുതിരവാലി, പനിവരക്, മണിച്ചോളം, കമ്പം, കൊറലെ എന്നിവ ഉപയോഗിച്ചുള്ള വിഭവങ്ങൾ ഒരുക്കും. ദോശ, പുട്ട്, ഇഡ്ഡലി, ഉപ്പുമാവ്, അട, കട്ട്ലറ്റ്, മുട്ടാപ്പം, വെജ് ബിരിയാണി, കഞ്ഞി, പായസം, സൂപ്പ്, ഹെൽത്ത് ഡ്രിങ്ക്സ്, ലഡു, ഹൽവ എന്നിങ്ങനെ വൈവിധ്യവും ആരോഗ്യകരവുമായ വിഭവങ്ങൾ കഫേയിൽ ലഭിക്കും. രാവിലെ 8:30 മുതൽ വൈകിട്ട് 7:30 വരെയാണ് കഫേ പ്രവർത്തിക്കുക. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.